1531 ഡിസംബർ 9 തെപ്പയാക്ക് കുന്നുകളിൽ വെച്ചാണ് വിശുദ്ധ ജുവാൻ ഡിയേഗോയ്ക്ക് പരിശുദ്ധ മറിയത്തിന്റെ ആദ്യ പ്രത്യക്ഷീകരണം ലഭിച്ചത്. പ്രാദേശിക സംസ്കാരത്തിനും ശൈലികൾക്കും സമാനമായ രീതിയിൽ പ്രത്യക്ഷയായ അമ്മ പ്രാദേശിക നഹ്വാറ്റൽ ഭാഷയിൽ താൻ ദൈവമാതാവാണെന്ന് ജുവാന് വെളിപ്പെടുത്തുകയും അവിടെ ഒരു പള്ളി പണിയണമെന്ന് ജുവാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ജുവാനെ വിശ്വസിക്കാൻ വിസമ്മതിച്ച ബിഷപ്പ് ജുവാൻ ഡി സുമരാഗയ്ക്കുള്ള മറുപടിയെന്നോണം മഞ്ഞുകാലത്ത് കാണപ്പെടാത്ത കസ്റ്റീലിയൻ റോസാപ്പൂക്കൾ അത്ഭുതകരമായി കുന്നിൻ മുകളിൽ പടർന്നു പന്തലിച്ചു. പരിശുദ്ധ മറിയം പൂക്കൾ ജുവാന്റെ മേലങ്കയിൽ അടുക്കി വെച്ചു കൊടുക്കുകയും പൂക്കളുമായി ബിഷപ്പിന്റെ അടുക്കൽ ചെന്ന ജുവാന്റെ മേലങ്കയിൽ ഗ്വാഡലൂപ്പ മാതാവിന്റെ ചിത്രം പ്രത്യക്ഷമാവുകയും ഇവയെല്ലാം പ്രത്യക്ഷീകരണത്തിനുള്ള സ്ഥിരീകരണമായി ഏവരും ഏറ്റെടുക്കുകയും ചെയ്തു. ആസ്റ്റക് ഗോത്രവംശജരുടെ മനുഷ്യബലികളും വിജാതീയ ആചാരങ്ങളും കൊടികുത്തി വാണിരുന്ന മെക്സിക്കോയ്ക്ക് ഗ്വാഡലൂപ്പ മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾ ഒരു ആത്മീയ നവീകരണത്തിന് നിദാനമായിരുന്നു. അമ്മയുടെ മാതൃവാത്സല്യവും യേശുവിന്റെ രക്ഷയും തിരിച്ചറിഞ്ഞ ആസ്റ്റക് വംശജരിൽ 9 ദശലക്ഷത്തിലേറെ പേർ പ്രത്യക്ഷീകരണത്തിന്റെ 8 വർഷങ്ങൾക്കുള്ളിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. ഇന്നും ഒളിമങ്ങാതെയും കേടുപാടുകൾ ഏശാതെയും നിലകൊള്ളുന്ന അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങാൻ തീർത്ഥാടകരുടെ വൻ പ്രവാഹമാണ് അവർ ലേഡി ഓഫ് ഗ്വാഡലൂപ്പ ബസിലിക്കയിൽ എത്തുന്നത്.